അപ്പോൾ കളികളെ നമ്മൾ ഉച്ചഭക്ഷണം കഴിഞ്ഞ് ഇറങ്ങി. ഇപ്പം 4:30-5 മണി ആവാറായിട്ട് സമയം. സത്യം പറഞ്ഞാൽ മഹാരാഷ്ട്ര കയറിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്രയും സപ്പോർട്ട് പ്രതീക്ഷിച്ചില്ല. പക്ഷെ എൻ്റെ പൊന്നോ എന്ത് സപ്പോർട്ടിങ്. ആ സപ്പോർട്ടിൻ്റെ പുറത്ത് നിന്ന് ഞാൻ 55 കിലോമീറ്റർ ഞാൻ സൈക്കിളോട്ടി. ഓരോ ആൾക്കാരും സപ്പോർട്ടും എനിക്ക് വയ്യ ഒന്നും പറയാൻ. അതിനിടയ്ക്ക് ചേട്ടൻ വന്നിട്ട് ഈ സംഭവം തന്നിട്ടോ, മയക്കുമരുന്നൊന്നുമല്ല, ലെമണ്ട് വാനിറ്റ് അങ്ങനെ പറഞ്ഞ സുനാമിയാണ്. നിറച്ച് സാധനം കേട്ടോ, ബോക്സ് നിറച്ച്. ഇത് ഓരോ പാക്കറ്റ് ഓരോ ഗ്ലാസ് വെള്ളത്താണ് തോളത്തിട്ട് കലക്കിട്ട് കുടിക്കാൻ പറഞ്ഞു. എനർജി കൂടുന്നു പറഞ്ഞു. ഒരു വട്ടം കുടിച്ചപ്പോൾ ഒടുക്കത്തെ എനർജി. പിന്നെ സൈക്കിൾ സ്പീഡിലേക്ക് പോണേ. എന്തായാലും നമ്മൾ ഇനി നെക്സ്റ്റ് പൂനെയാണ്. ഒരു 70-75 കിലോമീറ്റർ എടുത്തിട്ട് തോന്നുന്നു, നോക്കിയിട്ടില്ല. എന്തായാലും നമുക്ക് യാത്ര തുടങ്ങാം. ഓക്കെ, വെല്ല സമരത്തിലാണ്. വെല്ലയ്ക്ക് ഇന്ന് തൈര് കൂട്ടി ചോറ് കൊടുത്ത, അതുകൊണ്ട് വെല്ല സമരത്തിലാണ്. കഴിച്ചില്ല, മൊത്തം ഇവിടെ കളഞ്ഞു. ഇനിയിപ്പോൾ ചിക്കൻ വേണമെന്ന് പറഞ്ഞേക്കണം, നമുക്ക് നോക്കാം. കിട്ടാൻ ചിക്കൻ മേടിച്ച് കൊടുക്കാറുണ്ട് നമ്മളെ കൊച്ചല്ലേ അല്ലേ. മഹാരാഷ്ട്രയുടെ കയറിയപ്പോട്ട് മൊത്തം അങ്ങോട്ട് ചേഞ്ചായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ കർണാടകയിൽ ഒരു കരിമ്പൻ ജ്യൂസിന് 40 രൂപ കൊടുക്കുന്നുണ്ടായിരുന്നു, ഇവിടെ 20 രൂപ ഉള്ളു. അപ്പോൾ ഞാൻ ഈ കടയിൽ നിന്ന് ഒരു കരിമ്പൻ ജ്യൂസ് വാങ്ങി. കരിമ്പ് ഒരു വെട്ടണ്ടാ, പാക്കിലേക്ക് അങ്ങോട്ട് ഏക്കർ കണക്കിന് കരിമ്പ് നോട്ടാ. അവിടെ നിന്ന് കരിമ്പ് കൊണ്ടുവന്ന് ഇതിലൂടെ ജ്യൂസ് അടിച്ച് കൊടുക്കണം, ഒരു 20 രൂപ. വയറ് നിറച്ച് കുടിക്കാം. എന്തെല്ലാം സെറ്റപ്പാണല്ലേ. ഓരോ സ്ഥലം മാറും, പക്ഷെ ഫുഡിന് നല്ല റേറ്റ് ആയിട്ടാണ്. അതിന് നമുക്ക് എന്തെങ്കിലും വഴി കണ്ടെത്തണം. നല്ല ചാർജാണ്. പിന്നെ നിറത്തിൽ കൂടി എനിക്ക്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ സമയം കറക്റ്റ് 7 മണിയായിട്ടാ. 7 മണിയായിട്ട് നമ്മൾ ചുറ്റും നോക്കിയാൽ എന്താ ഒരു 6 മണി 5:30 സമയത്തിൻ്റെ ലുക്ക് കണ്ടപ്പോൾ 7 മണിക്കും. ബാക്കിൽ വണ്ടികളൊക്കെ ഇത് ലൈറ്റിട്ട് പോകുന്നുണ്ട്, അടിപൊളി. ഇനിയിപ്പോൾ എൻ്റെ ബാക്കിൽ നോക്കി കാണാൻ പറ്റും വലിയ മലകളാണ്. ഞാൻ ഇപ്പുറത്ത് ക്യാമറ തിരിച്ച് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ ഞാൻ താമസിക്കുന്ന സ്ഥലം ഇതുവരെ ആയിട്ടൊന്നുമില്ല. ഞാൻ എന്തായാലും പോയി നോക്കട്ടെ മുമ്പിലേക്ക്. എന്തായാലും ബെല്ലയ്ക്ക് 2 ചിക്കൻ കാല് കിട്ടി, മറ്റേ മഞ്ഞക്കാലില്ലേ, അതെണ്ണം കൊടുത്തു. അത് കഴിഞ്ഞ് മിണ്ടാണ്ടിരിക്കും. ഇനിയിപ്പോൾ ഞാൻ ഈ നാട്ടിലേക്ക് തിരിച്ചു പോയില്ല, അവൾ കുറയ്ക്കില്ല. അവളുടെ കാര്യം കഴിഞ്ഞപ്പോൾ അവൾ സെറ്റായി. ഞാൻ കാണിച്ചു കേട്ടപ്പോൾ എടി ബെല്ലേ, ഡി ഡി ഒന്ന് നോക്കടി. സ്വന്തം കാര്യം അല്ലേ. ഇനിയിപ്പോൾ ഞാൻ പോയാലും ഇപ്പം എന്താ, പോയില്ലെങ്കിലും ഇപ്പം എന്താ. അനക്ക് ചിക്കൻ കാല് കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേണ്ട. ശരി ശരി. നല്ലൊരു അടിപൊളി കാലാവസ്ഥയാണ് ഇപ്പോൾ. കണ്ടോ, ചുറ്റും മലയാണ് കേട്ടോ. ആ സൈഡിലെ മല കാണില്ല, ചെറുതായിട്ട് കാണാല്ലേ. എന്തായാലും നല്ല കാറ്റുണ്ട്, നല്ല അടിപൊളി. ഇവിടെ റോഡ് പണിക്ക് നടക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് കുറച്ചുകൂടി ഒന്ന് മുന്നോട്ട് പോവാം. അതിലുമ്പോൾ ഒന്ന് മൂത്രം ഒഴിക്കട്ടെ. ഇന്നാണ്ട് ഷിറ്റ് ഇടാൻ പറ്റിയിട്ടില്ല, രാവിലെ തൊട്ട് സ്ഥലം കിട്ടാത്തതുകൊണ്ടല്ല. എന്താണ് ഷിറ്റ് പോകണില്ല, ഇപ്പോൾ ഭക്ഷണം കഴിക്കേണ്ടതാന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഒന്ന് മൂത്രം ഒഴിച്ചിട്ട് യാത്ര തുടങ്ങാം. അങ്ങനെ ആവട്ടെ കാര്യങ്ങളൊക്കെ. പൊളിയങ്ങട്